കൊട്ടാരക്കരയിലെ വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ തിരഞ്ഞു വന്ന നാം തെക്കൻ പഴനി എന്ന് ഖ്യാതിയുള്ള അതിമനോഹരമായൊരു ക്ഷേത്രത്തിൻ്റെ നടപ്പന്തൽ വരെ എത്തി നിൽക്കുകയും എന്നാൽ പഴമക്കാരിൽ നിന്ന് ക്ഷേത്രഭൂമിയുടെ ആചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സുബ്രഹ്മണ്യനെ ദർശിക്കുന്നതിന് മുൻപ് ആദ്യം മഹാദേവൻ പിതാവായ മഹാദേവിനെയും അമ്മയായ പാർവതിയെയും ദർശിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് വെണ്ടാറിലെ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്കും വെണ്ടാറിലെ ദേവീ ക്ഷേത്ര സന്നിധിയിലേക്കും യാത്ര ചെയ്തു. ദർശന സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങി പരമപുണ്യമായ ഒരു കാവിൻ്റെ സങ്കല്പത്തിൽ സ്വയം മറന്നു നിൽക്കുവാനായി അതിനുശേഷം ഈ പ്രഭാതത്തിൽ ഇതാ വീണ്ടും വെണ്ടാറിലെ സുബ്രഹ്മണ്യ ക്ഷേത്രഭൂമിയിൽ എത്തി നിൽക്കുകയാണ്. അതിമനോഹരമായ ദീപ്തമായ ഏറെ കാഴ്ചകളാണ് ഇനി നമുക്ക് കാണുവാനുള്ളത്. വിശ്വാസങ്ങളിൽ പഴമയുടെ പ്രാചീനതയുടെ സ്പർശമുള്ള എന്നാൽ ഉത്സവ മഹാത്മ്യങ്ങളിൽ പുതുകാലത്തിൻ്റെ സ്പർശമുള്ളൊരു ക്ഷേത്രഭൂമി, അവിടേക്കാണ് നാം എത്തി നിൽക്കുന്നത്. ക്ഷേത്ര കാഴ്ചകളിലൂടെ ഒരു ദിവസത്തിൻ്റെ മഹാദേവനെയും ശ്രീ പാർവതിയെയും ദർശിച്ച് മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടരികിലുള്ള 18 പടികളും കടന്ന് പിന്നെ വേണം നമുക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രഭൂമിയിലെത്തുവാൻ. ഇപ്പോൾ നാം നാലമ്പലത്തിനകത്താണ് ഉള്ളത്. കൊട്ടാരക്കരയിലെ ഈ ക്ഷേത്രഭൂമിയിൽ നിൽക്കുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് പുത്തൂരിലേക്ക് പോകുന്ന മാർഗം 9 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് നാം വെണ്ടാറിലെത്തുന്നത്. ഈ വെണ്ടാറിൻ്റെ പ്രത്യേകതകൾ ഏകദേശം നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രഭൂമി ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് തന്നെയായിരിക്കും. ആ ക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിനും ഒരു സമാനതയുണ്ട്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം മുൻപ് കാലത്ത് ഒരു മഹാദേവ ക്ഷേത്രമായിരുന്നു. ഇന്നും അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. പിന്നീട് ഗണപതിക്ക് പ്രാധാന്യമുണ്ടായി വന്നതാണ്. ഇവിടെയും അതുപോലെ മുൻപ് കാലത്തുണ്ടായിരുന്ന ഒരു മഹാദേവ ക്ഷേത്രമാണ് എന്ന് മനസ്സിലാക്കാനാകുന്നു. പിന്നീട് സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായി വന്നതാണ്. ഐതിഹ്യത്തിൽ പോലും അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. മഹാദേവനോടൊപ്പം സഞ്ചരിച്ചു വരികയായിരുന്നു ശ്രീപാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും അയ്യപ്പനും. ഇങ്ങനെയുള്ളൊരു യാത്രയിൽ മഹാദേവൻ പെട്ടെന്ന് ധ്യാനഭാവത്തിൽ ഒരിടത്ത് ഇരിപ്പുറപ്പിക്കുകയും മഹാദേവൻ ഇരിപ്പുറപ്പിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ തങ്ങൾക്കും ഇതൊരു പുണ്യഭൂമിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഇരിപ്പുറപ്പിക്കുകയുമാണ് ഉണ്ടായത്. അന്ന് കാലത്ത് ഉപദേവതാ സാന്നിധ്യങ്ങളായാണ് ഇരിപ്പുറപ്പിച്ചത് എന്നും ഐതിഹ്യത്തിൽ പറയുന്നു. പിന്നീടൊരു കാലത്ത് സുബ്രഹ്മണ്യ ചൈതന്യത്തിന് പ്രാധാന്യം വന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഏതായാലും ശ്രീകോവിലിൻ്റെ കാഴ്ചകൾ കാണുകയാണെങ്കിൽ വട്ടശ്രീകോവിലാണ് എന്നുള്ളത് പഴമയുടെ ഒരു സൂചനയാണെന്ന് മനസ്സിലാക്കാം. വലിയ വട്ടശ്രീകോവിലാണ്. അതിനകത്ത് രണ്ടാമത്തെ അറയ്ക്കുള്ളിലാണ് വിഗ്രഹം കുടികൊള്ളുന്നത് എന്നതും പ്രത്യേകതയാണ്. ബാലസുബ്രഹ്മണ്യ ചൈതന്യമാണ് ഇവിടെയുള്ളത്. നെഞ്ചിൽ പതിപ്പോർക്ക് സെൽവം പലിത്ത് കതിത്തോങ്കും നിഷ്ഠയും കൈകൂടും നിമലരരുൾ കന്ദഷഷ്ടി കവചം തനൈ അമരരിടത്തീരമരം പുരിന്ത കുമരനടി നെഞ്ചേ. മഹാദേവ സാന്നിധ്യമുള്ള ക്ഷേത്രഭൂമിയിൽ എങ്ങനെ സുബ്രഹ്മണ്യന് പ്രാധാന്യം വന്നു? അതിനെക്കുറിച്ചും ആധികാരികമായി യാതൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നില്ല. ആകെ പറയുവാനാകുന്നത് ഇളയിടത്ത് സ്വരൂപത്തിന് ഇവിടെ അവകാശമുണ്ടായിരുന്നു എന്ന് മാത്രമാണ്. ആ സ്വാധീനവുമായി വെച്ച് ഒരുപക്ഷെ മഹാദേവ ക്ഷേത്രം ആദ്യം ഉണ്ടാവുകയും പിന്നീട് രാജാക്കന്മാരുടെ സ്വാധീനം, തമിഴ് സ്വാധീനവുമൊക്കെ ഇവിടെ ഒരു സുബ്രഹ്മണ്യ ചൈതന്യം വന്നതിന് കാരണവുമായിട്ടുണ്ടാകാം. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മറ്റൊന്ന് നമുക്ക് പറയാനാകുന്നത് ഇളയിടത്ത് സ്വരൂപവുമായി ബന്ധപ്പെട്ട് തന്നെ ബാലസുബ്രഹ്മണ്യ ചൈതന്യമുള്ള മറ്റൊരു ക്ഷേത്രഭൂമിയെക്കുറിച്ചൊരിക്കൽ നാം പറഞ്ഞിട്ടുണ്ട്. അതും ഇതേ ജില്ലയിൽ തന്നെയാണ്. കൊല്ലം ജില്ലയിലെ ഉമയപുരം ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. അവിടെയും ഉത്സവത്തിന് വലിയ പ്രത്യേകതകളാണുള്ളത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങളിൽ ചില ഇത്തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഒരുപക്ഷെ രണ്ട് ക്ഷേത്രങ്ങളും തമ്മിൽ എന്തെങ്കിലും സമാനതകൾ ഐതിഹ്യപരമായോ സംസ്കാരപരമായോ ഒരു ക്ഷേത്രം ഉണ്ടായി വരുന്നതിന് കാരണമായ വിശ്വാസങ്ങളുമായോ എന്തെങ്കിലും സമാനതകളുണ്ടോ എന്നറിയാനാകുന്നില്ല. എങ്കിലും തീർച്ചയായും ഇവിടെ എത്തുമ്പോൾ ആ ക്ഷേത്രഭൂമി കൂടി നാം ഓർത്തുപോകും. पार्वतीश मुख पंकज पद्मबन्धो
വീണ്ടും വെണ്ടാറിലെ ബാലസുബ്രഹ്മണ്യ സാന്നിധ്യമുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നാം കാണുന്നത് നിരത്തി വച്ചിരിക്കുന്ന കാവടികളാണ്. ഇവിടെ ഉത്സവം വലിയ പ്രാധാന്യമുള്ളതാണ്. കാവടി ഉത്സവം പ്രത്യേകിച്ചും വലിയ പ്രാധാന്യമുള്ളതാണ്. ഈ കഴിഞ്ഞ കാവടി ഉത്സവത്തിന് ഉപയോഗിച്ച കാവടികളാണ് നിരത്തി വച്ചിരിക്കുന്നത്. കാവടി ഏന്തുമ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം കാവടി ഏന്തുക നിർബന്ധം തന്നെയാണ്. ഹിഡിംബൻ്റെ അഹങ്കാരം മാറ്റിയതിന് സമമായോ അതല്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖങ്ങളെല്ലാം നാം എപ്പോഴും ഒരു ഭക്തിയുടെ ഭാവത്തോടു കൂടി തോളേറ്റ് മുന്നോട്ട് പോകണമെന്ന തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായോ ഒക്കെയാണ് കാവടി ആഘോഷങ്ങൾ നടക്കുന്നത്. ഈ നിരത്തി വെച്ച കാവടി ആ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും ശ്രീകോവിൽ കാഴ്ചകൾക്ക് മാറ്റൊരുക്കുന്നു ഈ കാവടി. കാഴ്ചകളിൽ മഹാദേവ ക്ഷേത്രത്തിനോളം പഴക്കമുള്ളതല്ല സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. കുമുദവും പട്ടികയും ഒക്കെ അടുക്കിയിരിക്കുന്ന രീതിയും വട്ടശ്രീകോവിലിൻ്റെ പ്രത്യേകതകളുമെല്ലാം ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ വട്ടശ്രീകോവിലുകൾ കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. അതിൻ്റെ കണക്കുകളെല്ലാം ഒറ്റ മധ്യത്തിൽ ചേരുന്നുവെന്നും കാണാം. ഇതിന് ഒരു കാരണമുണ്ട്. വട്ടശ്രീകോവിൽ വളരെ പഴയകാലത്ത് തന്നെ ഉണ്ടായിരുന്നതായിരിക്കണം. പക്ഷേ ഈ കാണുന്ന പുതുമകൾ ഈ ക്ഷേത്രത്തിൽ വന്നത് ഏതാണ്ട് 1936 ശേഷമാണ്. 1936 ഇവിടെ ഒരു തീപിടുത്തമുണ്ടായി. തീപിടുത്തമുണ്ടാകുകയും ഇവിടെ ആലിന് ഇടിമിന്നലേറ്റവും മറ്റും ആകണം ആലിന് തീപിടിക്കുകയും അത് ക്ഷേത്രത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് മലയാള വർഷം 1116 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ആ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് ശക്തമായ മഴ പെയ്തു. മഴ കാരണം ക്ഷേത്രത്തിൻ്റെ പണികൾ തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഈ പണികൾക്ക് അന്ന് നേതൃത്വം നൽകിയിരുന്ന മേസ്ത്രി അദ്ദേഹം അന്ന് ഈശ്വരനെ വേൽമുരുകനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മഴ നിൽക്കുകയാണെങ്കിൽ ക്ഷേത്ര നിർമ്മാണം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും ഒരു വേല് സ്ഥാപിക്കാം എന്ന് മനസ്സിൽ കരുതുകയും അത് കരുതിയ ഉടനെ തന്നെ മഴ നിൽക്കുകയും ക്ഷേത്ര നിർമ്മാണം ഏറ്റവും നന്നായി തന്നെ പൂർത്തിയാക്കുവാൻ അവർക്കാവുകയും ചെയ്തു. ഇന്ന് ഈ വട്ടശ്രീകോവിലിൻ്റെ മനോഹാരിതയോടുകൂടി നമസ്കാര മണ്ഡപത്തോടുകൂടി ഈ ക്ഷേത്രം ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തച്ചുശാസ്ത്രത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ ആ ഭക്തി കൂടി നാം ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ സ്മരണയായി ഭക്തർ വിളിച്ചാൽ വിളി കേൾക്കുന്ന സുബ്രഹ്മണ്യ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത് എന്നതിൻ്റെ തെളിവായി ഇന്നും ശ്രീകോവിലിന് മുകളിൽ ആ വേല് നമുക്ക് കാണാം. അഗ്നിക്കിരയായ കാലത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കൊല്ലവർഷം 1116 പുതുക്കിപ്പണിയലിൽ കാര്യമായ പുതുക്കിപ്പണിയലുകൾ നടന്നതുകൊണ്ടോ ആവണം ക്ഷേത്രത്തിന് നമുക്ക് പുതുമ തോന്നുന്നത്. എന്നാൽ ഒത്ത മധ്യത്തിൽ ഗർഭശ്രീകോവിലിൻ്റെ ഒത്ത മധ്യത്തിലുള്ള ഭാഗങ്ങൾ പഴയ കാലത്തിൻ്റെതാണെന്ന് നിസ്സംശയം പറയാം. തൊട്ടരികിലായി ഒരു ഗണപതി സാന്നിധ്യമുണ്ട്. പുത്രന്മാരോടൊപ്പമാണ് മഹാദേവൻ വന്നത് എന്നതുകൊണ്ട് തന്നെ ഗണപതി സാന്നിധ്യവും ഇവിടെ. എന്നാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ മഹാക്ഷേത്രങ്ങളിൽ ഉപദേവതാമൂർത്തി ഇരിക്കുന്ന സ്ഥാനത്താണ് ഗണപതി സാന്നിധ്യമുള്ളത്. ഇവിടെ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഗണപതി സാന്നിധ്യമാകുന്ന ആ ഒരു ഗർഭശ്രീകോവിലിൻ്റെ തൊട്ടരികിൽ പ്രധാന ഗർഭശ്രീകോവിലിൻ്റെ കുമുദത്തിലായി പ്രത്യേകിച്ചുള്ളൊരു ലിഖിതം കാണാം. ഇന്നിപ്പോൾ വല്ലാതെ നിറച്ചാർത്തുകൾ കാരണം ആ ഒരു ലിഖിതം വ്യക്തമായി കാണാനാകുന്നില്ല എങ്കിലും വട്ടെഴുത്തിലോ കോലെഴുത്തിലോ അല്ലാത്തൊരു പ്രത്യേക ലിപിയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് കാണാം. അത് ഈ ക്ഷേത്രത്തിൻ്റെ പഴമയ്ക്ക് സൂചനയാണ്. ഒപ്പം തന്നെ ഏതോ കാലത്തിൻ്റെ ചരിത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ വായിക്കുവാനായാൽ നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു കാലഘട്ടത്തെയും മനസ്സിലാക്കുവാനായേക്കും. അത് അകത്തെ കാഴ്ചകളാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്കുള്ള വഴിയിലൂടെ അതായത് ക്ഷേത്ര ദർശനം നടത്തി തെക്കു ഭാഗത്തൂടെ നാം പുറത്തേക്കിറങ്ങിയാൽ ശാസ്താസന്നിധിയിലേക്ക് എത്താം. ശനിയാഴ്ച നാളിൽ നീരാഞ്ജനം അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നിരവധി ഭക്തരാണ് ഈ തിരുനടയിലെത്തുന്നത്. ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരും ശബരിമലയിലെ യാത്രകൾക്ക് തയ്യാറെടുക്കുന്ന അയ്യപ്പ ഭക്തന്മാരെല്ലാം തന്നെ ഇവിടെ വന്ന് വ്രതം അനുഷ്ഠിക്കുകയും അയ്യപ്പന് മുന്നിൽ പ്രാർത്ഥനകളോടുകൂടി മാലയിടുകയും ചെയ്യുന്നു. മിക്കവാറും മാല ഊരുന്നതും ഇവിടെ വെച്ച് തന്നെയായിരിക്കും. ശനിദോഷങ്ങൾ മാറ്റുന്ന ശനീശ്വരനായി കൂടി ശാസ്താവ് ഇവിടെ കരുതപ്പെടുമ്പോൾ യഥാർത്ഥ ആചാരപ്രകാരം യഥാർത്ഥ വിശ്വാസപ്രകാരം മഹാദേവ സന്നിധിയിലും ശ്രീ പാർവതി സന്നിധിയിലും ദർശനം നടത്തിക്കഴിഞ്ഞാൽ
പിന്നീട് മഹാദേവ സന്നിധിയിൽ നിന്നൊരു 18 പടികളുണ്ട്. ആ 18 പടികൾ കയറി മുകളിലേക്ക് വന്ന് ശാസ്താവിനെയും ദർശിച്ചതിന് ശേഷം ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ട് വേണം നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഒരു ദർശനക്രമം. അതിപ്രാചീനമായ ഒരു മഹാശിവക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെ ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവൻ നിലകൊള്ളുന്നു. അവിടെ നിന്ന് 18 പടികൾ കയറിയാലാണ് ക്ഷേത്രഭൂമി, വെണ്ടാർ സുബ്രഹ്മണ്യ ക്ഷേത്രഭൂമിയിലേക്ക് എത്തുവാനാകുന്നത്. പാർവതി സാന്നിധ്യമുള്ള, അതിനോടൊപ്പം തന്നെ അത്യപൂർവ്വ വൃക്ഷങ്ങൾ നിലകൊള്ളുന്ന ഒരു കാവും ഇവിടെയുണ്ട്. ഇനി സുബ്രഹ്മണ്യ സാന്നിധ്യത്തിൻ്റെ ശ്രീകോവിലിനും പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കി. ശാസ്താ ദർശനത്തിനും പ്രത്യേകതയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഇവിടെ ബ്രഹ്മരക്ഷസിനും യക്ഷിക്കും സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ബ്രഹ്മരക്ഷസും യക്ഷിയും സാന്നിധ്യമാകുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ഗ്രാമമോ പണ്ടൊരു കാലത്ത് കാടോ ആയിരുന്ന പ്രദേശത്ത് ഇന്നും ആ ഒരു കാടുമായി ചേർന്ന് നിൽക്കുന്ന, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ചില വിശ്വാസങ്ങൾ ബാക്കിയാകുന്നു എന്ന് തന്നെയാണ്. ഇത് വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. മഹാദേവൻ വേണ്ട ആറ് എന്ന് പറഞ്ഞ പ്രദേശം വെണ്ടാറായപ്പോൾ അത് നമുക്ക് ഇത്രയേറെ കാഴ്ചയുടെ സൗഭാഗ്യങ്ങളും ദർശന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി. ഈ അനുഗ്രഹം മനസ്സിലുണ്ട്.